തൻ്റെ സ്നേഹമായിരിക്കുന്നവൻ മരണപ്പെടുന്നു എന്നുള്ളതായൊരു സാഹചര്യത്തിൽ യേശു അവൻ്റെ മരണത്തെയാണ് സത്യത്തിൽ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത്. തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തത്തെയാണ് നസ്രായൻ ഒരു വലിയ സംഭവമാക്കി അവിടെ രൂപാന്തരപ്പെടുത്തുന്നത്. നമുക്ക് കർത്താവിനോട് മറ്റുള്ളവരെക്കാൾ ഉപരിയായിരിക്കുന്നൊരു ഇഴയെടുപ്പമുണ്ടെങ്കിൽ, ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായൊരു സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കുന്ന ഏതൊരു സാഹചര്യത്തിനപ്പുറത്തും നമ്മുടെ കർത്താവിൻ്റെ കരത്തിൻ്റെ ഒരു ഇടപെടൽ സുനിശ്ചിതമായിട്ടും ഉണ്ടാകും. അത് സൃഷ്ടിക്കപ്പെടുന്നത് പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ അന്യഭാഷകളുടെ വലിപ്പങ്ങൾ കൊണ്ടോ ആരാധനയുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആത്മാർത്ഥമായിരിക്കുന്ന ഒരു കണക്ഷനുണ്ട്. ആ ഒരു ബന്ധുത്വത്തിലേക്ക് നാം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാത്ഭുതങ്ങൾ ഭവിക്കുന്നത്. സാധാരണ നിലയിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഇടപെടലുകളേക്കാൾ അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനും എപ്പോഴാണ് സന്നദ്ധമാവുക എന്ന് ചോദിച്ചാൽ, സാധാരണ നിലയിൽ കവിയുന്നൊരു സ്നേഹബന്ധത്തിലേക്ക് നാം നമ്മുടെ പിതാവിനോട് അടുത്ത് ഇടപഴകുമ്പോഴാണ്. യേശുവിന് ആ കുടുംബത്തിൻ്റെ സ്നേഹം അത്രമേൽ കർത്താവിനെ അത് സ്വാധീനിച്ചിരുന്നു. അവരുടെ ആത്മാർത്ഥത കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നൊരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് ഇന്നത്തെ ദിവസം സാധിക്കട്ടെ.